നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അമ്മയുടെ ബുദ്ധിയൊന്നും ഈ കാര്യത്തിൽ ഇനി വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ, എനിക്കൊരു അവസരം താ. ബോംബെയില് എനിക്ക് എന്തിനും പോകുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇരു ചെവി അറിയാതെ രാജുവിനെ അവര് തീർത്തോളും. അമ്മയൊന്ന് സമ്മതം മുളിയാ പിന്നെ ഋതികയെ സംരക്ഷിക്കാൻ അവനുണ്ടാവില്ല. ഇനി നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയും. എന്താ, നിനക്കൊന്നും പറയാനില്ലേ? ഇല്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. ഇവന്റെ തലയ്ക്ക് ഭ്രാന്തായെന്നാ തോന്നുന്നേ. ഇഡിയറ്റ്. എന്റെ മോള്, അയ്യോ, എന്റെ മോളുടെ കല്യാണം. അയ്യോ, ഞാനിത് എവിടെയാ? ഞാനെങ്ങനെയാ ഇവിടെ വന്നേ? അയ്യോ, പത്മാവതി മാഡം, മാഡം കിടക്ക്, മാഡം കിടക്ക്, കിടക്ക്. മാഡം സൂക്ഷിച്ചു. ഗീതേ, എനിക്കെന്താ സംഭവിച്ചേ? എന്റെ മോളുടെ വിവാഹം കഴിഞ്ഞോ? അയ്യോ മാഡം, മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് മാഡം. എനിക്ക് അവളെ കാണണം. അംബികേച്ചിയുടെ മകനുമായി ഒരിക്കലും അവളുടെ വിവാഹം നടക്കാൻ പാടില്ല. മാഡം ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് ഋതുമോളെ കാണാൻ പോവാം. കുറച്ച് സമയം കഴിയട്ടെ, നമുക്ക് പോവാന്നേ. എന്റെ തല എന്താ ഇങ്ങനെ വേദനിക്കുന്നേ? എനിക്കെന്താ ഗീത പറ്റിയേ? അത് പത്മാവതി മാഡത്തിന് ആക്സിഡന്റ് സംഭവിച്ചിടത്തു നിന്നും പത്മാവതി മാഡത്തെ ഒരു പെൺകുട്ടി കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. 2 ആഴ്ചയോളം മാഡം ഹോസ്പിറ്റലിലായിരുന്നു. അതിനുശേഷമാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോ എന്റെ മോളുടെ വിവാഹം എപ്പോഴും മാഡത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞതുകൊണ്ട് ഋതിക മോളെ കുറിച്ച് അന്വേഷിക്കാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അയ്യോ മാഡം ഇങ്ങനെ വിഷമിക്കില്ലേ? അയ്യോ, മാഡത്തിന് ബോധം വന്ന ഹോസ്പിറ്റലിൽ വിളിച്ച് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഹലോ ഡോക്ടർ, ഞാൻ ഗീതയാ. ഓക്കെ ഡോക്ടർ, ശരി. ഡോക്ടർ എന്താ പറഞ്ഞേ? മാഡം ഒരുപാട് സ്ട്രെയിൻ എടുക്കരുതെന്ന് പറഞ്ഞു. ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മാഡത്തിന്റെ ടെൻഷനും കൺഫ്യൂഷൻസും കുറഞ്ഞോളും. ആ പിന്നെ കുറച്ചു സമയം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടീം മാഡത്തിനെ ചെക്കപ്പ് ചെയ്യാൻ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു. ദാ മാഡം. മോനെ, നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ കണക്ക് കൂട്ടലുകൾ ഇങ്ങനെ പിഴയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്.
എന്തൊക്കെയായിരുന്നു അമ്മ പറഞ്ഞത്? മാസ്റ്റർ പ്ലാനാണ്, മാങ്ങയാണ്, തേങ്ങയാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? രാജുവും ഋതികയും തമ്മില് വിവാഹം കഴിഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കാൻ നടത്തിയ പ്ലാൻ പൊളിഞ്ഞ് അമ്മാവന്റെയും ഈ വീട്ടിലെ എല്ലാരെയും മുന്നിൽ വെച്ച് അവൻ ഋതികയുടെ കഴുത്തിൽ താലിമാല ഇട്ടു. ഇനി നമ്മൾ എന്താ ചെയ്തിട്ടെന്താ? എല്ലാം കൈവിട്ടു പോയില്ലേ? ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അമ്മയുടെ ബുദ്ധിയൊന്നും ഈ കാര്യത്തിൽ ഇനി വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ, എനിക്കൊരു അവസരം താ. ബോംബെയില് എനിക്ക് എന്തിനും പോകുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇരു ചെവി അറിയാതെ രാജുവിനെ അവര് തീർത്തോളും. അമ്മയൊന്ന് സമ്മതം മൂളിയാ പിന്നെ ഋതികയെ സംരക്ഷിക്കാൻ അവനുണ്ടാവില്ല. ഋതുമോളെ, നിങ്ങൾ ഇറങ്ങുവാണോ? ഇറങ്ങാ ചെറിയച്ച. ശേഖരൻ സാറേ, ഈ ഇലക്ഷന് വർമ്മ സാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ എനിക്കാവില്ല എന്നറിയാം. പക്ഷേ എന്തെങ്കിലും ആവശ്യമുണ്ടായ ശേഖരൻ സാർ എന്നെ അറിയിക്കണം. തീർച്ചയായും ഞാൻ അറിയിക്കാം രാജു. ചേട്ടന്റെ രാഷ്ട്രീയ വിജയങ്ങളിൽ രാജുവിന്റെ ആശയങ്ങളുടെയും ഇടപെടലുകളുടെയും സ്ഥാനം എന്തായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം. ഒരാവശ്യം വന്ന രാജുവിനെ ഞാൻ അറിയിച്ചിരിക്കും. ഇത്തവണയും ചേട്ടൻ ജയിക്കണം, മന്ത്രിസ്ഥാനം നിലനിർത്തണം. ശേഖരേട്ടാ, മതി. ഈ പ്രശ്നങ്ങളുടെയും തിരക്കുകളുടെയും ഇടയില് രാജുവിനെ ഇനിയും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. വിവാഹം കഴിഞ്ഞിട്ട് എത്ര ദിവസമായി? പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്നാലും ഇതുവരെ ഈ കുട്ടികള് ഒരു ഹണിമൂൺ ട്രിപ്പ് പോലും നടത്തിയിട്ടില്ല. ഇലക്ഷനും തിരക്കിനും മുമ്പ് നമുക്കിവരെ ഒരു ഹണിമൂൺ ട്രിപ്പിന് അയക്കണ്ടേ? അത് ശരിയാണല്ലോ യാമിനി. എത്രയും വേഗം അതിനുവേണ്ട ഏർപ്പാടുകൾ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. അയ്യോ ശേഖരൻ സാറേ, അതൊന്നും ഇപ്പൊ വേണ്ട. സാറിനറിയാലോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രാജു? പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ജീവിതം ആസ്വദിക്കാമെന്ന് നോക്കിയിരുന്ന പിന്നെ ഒരിക്കലും അതിന് സമയമുണ്ടാവില്ല. അതല്ല ശേഖരൻ സാറേ, ഞങ്ങളുടെ വിവാഹം കാരണം എന്റെ അനിയത്തി ശ്രീയുടെ വിവാഹം മുടങ്ങിയതാ. അങ്ങനെ ഒരു സാഹചര്യത്തില് രാജു പറഞ്ഞതിലും കാര്യമുണ്ട് ശേഖരേട്ടാ. ശരി, എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ യാമിനി മേഡം. ഋതുമോളെ, ഇനി എന്നാ മോളെ ചെറിയമ്മ കാണാ? ചെറിയമ്മ സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങ്. ശരി മോളെ, പോയിട്ട് വരാം. ശരി എന്നാ. പോയിട്ട് വാ രാജു. അമ്മായി, ഞങ്ങൾ ഇറങ്ങുക. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.